ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെഡ് ടു ഹെഡിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ജിന്നാണെങ്കിൽ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നതാണ്. ആ ഒരു ടൈമിന് അവൻ ജയിനെ ഇങ്ങനെ നോക്കിയിട്ട് നീ ഉറങ്ങിക്കിടക്കുന്ന ടൈമിന് കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയം ജയാണെങ്കിൽ അവനിങ്ങനെ ഉറക്കത്തിൽ ഹഗ് ചെയ്യാണ്. എന്നാൽ ആക്ച്വലി ജയാണെങ്കിൽ ഉണർന്നിട്ടുണ്ടായിരുന്നു. ഇവ ജിന്ന് പറഞ്ഞെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിന്നിൻ്റെ കാര്യം മനസ്സിലായിട്ട് മതി അഭിനയിച്ചത് മര്യാദയ്ക്ക് എഴുന്നേറ്റ് മാറാനേ പറയുന്നുണ്ട്. ആദ്യമൊന്നും ജയ മാറുന്നു പോലുമില്ല. പിന്നെ ജിന്ന് വീണ്ടും പറയുമ്പോൾ അവൻ എഴുന്നേറ്റ് മാറുന്നുണ്ട്. എന്നിട്ട് ജയ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് എന്നെ എഴുന്നേൽപ്പിക്കേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ഗുഡ് മോർണിംഗ് ബേബി, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ എഴുന്നേൽപ്പിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ജിന്നാണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ശരി, നിൻ്റെ അടുത്ത് ഒരിക്കലും ഞാൻ ഐ ലവ് യു പറഞ്ഞിട്ട് നിന്നെ എഴുന്നേൽപ്പിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നീ ഫ്യൂച്ചറിൽ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത് നടക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ലെന്ന് അവൻ പറയുന്നുണ്ട്. ആ സമയം അന്നൊരു ദിവസം ജിന്നി ഇതുപോലെ ഉറക്കത്തിൽ ജയിൻ്റെ അടുത്ത് ഐ ലവ് യു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ജയ് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ കണ്ടതാണല്ലോ. ആ ഒരു വീഡിയോ ഇപ്പോൾ എടുത്ത് വെച്ച് പ്ലേ ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജിന്ന അപ്പോൾ നിന്നെങ്ങനെ ഉണ്ടല്ലോ, മര്യാദയ്ക്ക് ഇറങ്ങി പോയിട്ട് റെഡി ആവാൻ നോക്ക്. അരമണിക്കൂറിനുള്ളിൽ കോളേജിൽ പോയി റെഡി ആയി നിന്നില്ലെങ്കിൽ നിന്നെ കൂട്ടാതെ ഞാനങ്ങ് ഒറ്റയ്ക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജയാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ റെഡി ആവാനായിട്ട് പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഫാമിനെയും വാനിനെയാണ്. ഇപ്പോൾ വാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം നൈറ്റ് ഫാമിൻ്റെ റൂമിൻ്റെ പുറത്തുള്ള ഒരു ബെഞ്ചിലാണ് കിടന്നുറങ്ങി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫാം വാനിന് വേണ്ടിയിട്ട് ബ്ലാങ്കറ്റൊക്കെ തന്നെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ഫാം കോളേജിൽ പോകാനായിട്ട് റെഡിയായ ശേഷം വാനിൻ്റെ അടുത്തേക്ക് വന്നിരുന്ന് അവനിങ്ങനെ നോക്കുകയാണ്. വാൻ പെട്ടെന്ന് ഉണരുമെന്നിങ്ങനെ തോന്നുമ്പോഴത്തേക്കും ഫാം ഓടിച്ചെന്ന് അവൻ്റെ റൂമിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. വീണ്ടും അവൻ പതുക്കെ പുറത്തേക്കൊന്ന് നോക്കുമ്പോൾ വാൻ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. വാൻ മനസ്സിലാക്കാതിരിക്കാനും വാനിൻ്റെ സംശയം തോന്നാതിരിക്കാനായിട്ട് നേരത്തെ മൂടിക്കൊടുത്തിയ ഒരു ബ്ലാങ്കറ്റ് എല്ലാം തന്നെ വാനിൻ്റെ അടുത്ത് അവൻ എടുത്ത് മാറ്റുന്നുണ്ട്. ആ ടൈമിൽ കറക്റ്റ് വാൻ എഴുതേക്കാണ്. പെട്ടെന്ന് തന്നെ ഫാം ഓടി കയറി വീടിനകത്ത് ഡോർ ലോക്ക് ചെയ്യുകയാണ്. പക്ഷേ ഫാമാണെങ്കിൽ വാനിന് വേണ്ടിയിട്ട് അവന് കൊതു അടിക്കാതിരിക്കാനാണെന്ന് തോന്നുന്നു എന്തൊരു സ്പ്രേ ബോട്ടിൽ അവിടെ അവന് വേണ്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തത് വച്ചിട്ടുണ്ടായിരുന്നു. അതവൻ ഈ ഒരു ബ്ലാങ്കറ്റ് എടുക്കുന്ന ടൈമിന് എടുക്കാനേ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ വാൻ ഉറക്കം എഴുന്നേൽക്കുമ്പോഴത്തേക്കും ആ ഒരു ബോട്ടിൽ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഫാം തൻ്റെ അടുത്ത് കൊണ്ടുവച്ചതാണെന്ന് വാനിന് നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് വാൻ ഫാമിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് നീ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത്, നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എനിക്ക് ഇത്ര ഹേർട്ടാവത്തില്ല, പക്ഷേ നീ എന്നെ ഇങ്ങനെ കെയർ ചെയ്തിട്ട് അത് ഞാൻ മനസ്സിലാക്കാത്ത രീതിയിൽ നീ പെരുമാറുന്നത് ആക്ച്വലി ഭയങ്കര ടോർച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഫാമാണെങ്കിൽ ഡോറിൻ്റെ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജയാണെങ്കിൽ കോളേജിൽ ഇപ്പോൾ റെഡി ആയിട്ട് അവൻ്റെ റൂമിൻ്റെ അകത്ത് ഇങ്ങനെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അവൻ ഓൾറെഡി കണ്ട കുറേ സ്വപ്നങ്ങൾ, അതായത് ജിന്ന് മരിച്ചു പോകുന്നതും അവനാണെങ്കിൽ അവൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അവിടെ നിന്ന് ഓടിപ്പോകുന്നതായിട്ടുള്ള ഫോട്ടോസൊക്കെ വരച്ചത് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അവൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അവൻ്റെ സ്വപ്നത്തിൽ വീണ്ടും ജിന്ന് ഇതെല്ലാം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുന്നതും മരിക്കുന്നതും ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പിക്ചറൊക്കെ അവൻ വരയ്ക്കാനേ നിൽക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് പുറത്ത് നിന്ന് ജിന്നാണെങ്കിൽ എടാ റെഡി ആയില്ല, എടാ ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും റൂമിൽ ഇരുന്ന ഒരു പിക്ചർ വരയ്ക്കാനേ നോക്കുന്നുണ്ട്. എന്നാൽ അവൻ വരച്ചു തുടങ്ങുന്ന ഒരു പിക്ചർ അവൻ തന്നെ അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. അതിനുശേഷം കോളേജിൽ കാണിക്കുമ്പോഴത്തേക്കും ജിന്നും ജയും ഫാമും എല്ലാം തന്നെ കോളേജിലേക്ക് വന്നിരുന്ന് അവരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വാൻ ഓടി വരുന്നുണ്ട്. വാനാണെങ്കിൽ വരാനായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വാൻ വരുന്നതും ജിന്നും ജയും ചോദിക്കുന്നുണ്ട്, അല്ല ഇന്നലെ രാത്രി നീ എവിടെയാണ് സ്റ്റേ ചെയ്തതെന്ന്. വാൻ അപ്പോൾ വേറെ എവിടെ, ഞാൻ എൻ്റെ വീട്ടിൽ പോയി, ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടാണ് വന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റായി എന്ന് പറയുന്നുണ്ട്. ഇതേസമയം ഫാമിന് അറിയാമല്ലോ വാൻ എവിടെയാണ് കിടന്നുറങ്ങിയത്. അതവനിങ്ങനെ തുറന്ന് പറയാത്തതുകൊണ്ടായിരിക്കും വാൻ ഇങ്ങനെ പറഞ്ഞാൽ ഫാമിന് ചെറിയൊരു ദേഷ്യം തോന്നുന്നുണ്ട്. ഇന്ന ടൈമിന് വാനിനോട് പറയുന്നുണ്ട്, നീ നിൻ്റെ വീട്ടിൽ പോകുന്നതിന് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, നിൻ്റെ സ്വഭാവം വെച്ചിട്ട് നീയാണെങ്കിൽ നിൻ്റെ എക്സിനെ ഏതിലൊക്കെ കോൾ ചെയ്തിട്ട് അവരെ വീട്ടിൽ നിൽക്കാനുള്ള പതിവെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും വാനിന് ഒരുമാതിരി ആവുന്നുണ്ട്. ഫാമിനും ദേഷ്യം വരുന്നുണ്ട്. പെട്ടെന്ന് ജയാണെങ്കിൽ ജിന്നിന് ആക്ഷൻ കാണിച്ചിട്ട് എടാ വാട്സം മിണ്ടായിരിക്കടാ പിന്നെടുത്ത് എറിയുമെന്ന് പറഞ്ഞിട്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് ജിന്നിന് ശരിക്കും താനിപ്പോൾ അറിയാണ്ട് എന്താണ് പറഞ്ഞു പോയെന്നുള്ള ഒരു ചിന്ത വരുന്നത്. എന്നിട്ട് അവരാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് പോകാനേ നിൽക്കുമ്പോൾ ജിന്നും ജയും കൂടെ ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ടാണ് പോകുന്നത്, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ നിൽക്കുന്നില്ല, സോ നീ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്നോ എങ്കിൽ ഞാൻ നിനക്ക് കീ തരാമെന്ന് വാനിനോട് പറയുന്നുണ്ട്. വാനപ്പോൾ ഇല്ല കുഴപ്പമില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പൊക്കോളാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഫാം അവൻ്റെ ബാഗും എടുത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയം ജിന്നും ജയും കൂടെ ആയിട്ട് നീയാണെങ്കിൽ എപ്പോഴെങ്കിലും ടൈം കണ്ടെത്തി അവനുമായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനേ പറയുന്നുണ്ട്. ആ ടൈമിൽ വാനാണെങ്കിൽ സോറി ഞാൻ കാരണം ഈ സിറ്റുവേഷൻ എല്ലാം ഭയങ്കരമായിട്ട് മോശമാക്കുകയാണല്ലേ, ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. ജിന്നും ജയും അപ്പോൾ ഒരിക്കലുമില്ല, ഞങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല, നിങ്ങളാണെങ്കിൽ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് വെച്ചുകൊണ്ടിരിക്കാതെ ഒന്ന് ഓക്കെ ആവണോ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ, ടൈം കിട്ടുന്നതനുസരിച്ച് ഒന്ന് സംസാരിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ വാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു, കരയുന്നുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ടായിരുന്നു. ആ സമയം ജയ പറയുന്നുണ്ട്, നീയാണെങ്കിൽ ഒരുപാട് പേര് ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ട്, എന്നാൽ നീ ഫസ്റ്റ് ടൈമാണ് ഒരാളായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് ഇങ്ങനെ കരയുന്നത് പോലും, നീ ഫാമുമായിട്ട് എത്രയും പെട്ടെന്ന് സംസാരിക്കാനേ പറയുന്നുണ്ട്. വാൻ ആ ടൈമിന് ഞാൻ എന്താണ് സംസാരിക്കേണ്ടത് എനിക്ക് പോലും അറിയത്തില്ല, എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല, ഇനിയിപ്പോൾ സംസാരിച്ചാൽ തന്നെ വീണ്ടും എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കണോ അതോ ലവേഴ്സ് ആവണോ എനിക്കറിയത്തില്ല, ഞാൻ അവനെ വീണ്ടും ഹേർട്ട് ചെയ്യുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറയുന്നുണ്ട്.
അതിനുശേഷം ജിന്നും ജയും കൂടെ ആയിട്ട് നേരെ ജിന്നിൻ്റെ വീട്ടിലോട്ട് വരാണ്. അവിടെ വരുമ്പോഴത്തേക്കും ജിന്നിൻ്റെ അമ്മ അവിടെ ചെടിക്ക് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജിന്നാണെങ്കിൽ അമ്മേനെ പോയി ഹഗ് ചെയ്യുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വീട്ടിൽ വരുന്ന പതിവുണ്ടല്ലോ, എന്ത് പറ്റിയെന്ന്. ജിന്നപ്പോൾ അത് പിന്നെ അമ്മയ്ക്കല്ല, രഹസ്യ കാമുകൻ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അമ്മയപ്പോൾ പിന്നെ ഞാനിവിടെ രഹസ്യ കാമുകനെ വെച്ചോണ്ടിരിക്കില്ല, എനിക്കൊരു പണിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത്രയും പ്രായമായ എന്നെയൊക്കെ ആരിനി പ്രേമിക്കാനാന്ന് പറയുന്നുണ്ട്. ജിന്നാ ടൈമിന് ഞാനാണെങ്കിൽ അങ്ങനെ വല്ല ആയിരുന്നു അമ്മ ഇരിക്കുന്നതെങ്കിൽ ഇത്ര ശ്രദ്ധിക്കത്ത് പോലും ഇല്ലായിരുന്നു. എന്നാൽ അമ്മ ഡെയിലി സുന്ദരി ആയിക്കൊണ്ടിരിക്കുകയല്ലേ, ഞാൻ ഭയങ്കര പൊസസീവായി പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഓ, നീ അങ്ങനെ പൊസസീവ് ആവുന്നുണ്ടോ എന്ന് ആ ടൈമിൽ അവൻ്റെ അമ്മ അവനോട് ചോദിച്ചിട്ട് അവന് കവളൊരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ജയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അവൻ്റെ മൈൻഡിൽ ജിന്നാണെങ്കിൽ അവൻ്റെ അമ്മയും അച്ഛനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ ഉണ്ടാക്കുന്ന വഴക്കും അതിലൂടെ അവനും അവൻ്റെ അമ്മയ്ക്കും ഉണ്ടാകുന്ന ആക്സിഡൻറ്റിൽ അവൻ്റെ അമ്മ മരിച്ചു പോകുന്നതായിട്ട് കണ്ട ഒരു സ്വപ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ജയിനോട് ഇന്ന് നീ ജിന്നിൻ്റെ കൂടെ അവൻ്റെ റൂമിൽ സ്റ്റേ ചെയ്യുന്നുണ്ടോ എന്ന് ജിന്നിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്. എന്നാൽ ജയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ജയിൻ്റെ അടുത്ത് ജയ എന്ത് പറ്റി, നീ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഇനി ചോദിക്കുന്നുണ്ട്. ആ ടൈമിലാണ് ജയ ആണെങ്കിൽ പെട്ടെന്ന് എന്താ കാര്യം എന്നൊക്കെ ഇനി അവരോട് ചോദിക്കുന്നത്. അങ്ങനെ അവർ വീണ്ടും ആ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ജിന്നിൻ്റെ കൂടെ അവൻ്റെ റൂമിൽ നിൽക്കാമെന്ന് ജയ പറയുന്നുണ്ട്. ജിന്നപ്പോൾ എടാ നിൻ്റെ വീട് അപ്പുറത്തല്ലേ, നിനക്ക് അവിടെ വല്ലതും പോയി നിന്നാൽ പോരെയെന്ന് തിരിച്ച് പറയുന്നുണ്ട്. അമ്മയപ്പോൾ ശരിയെന്നാൽ നിങ്ങൾ അകത്തേക്ക് പോയി ഫുഡ് പ്രിപ്പയർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ജിന്നപ്പോൾ അമ്മ ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അമ്മ പച്ചവെള്ളം തന്നാൽ പോലും അതിന് ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അമ്മ എങ്കിൽ പിന്നെ ഇന്ന് നൈറ്റ് ഡിന്നറിന് പച്ചവെള്ളം ഒഴിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ചിന്ന അയ്യോ ചുമ്മാ തമാശ ഇറങ്ങിയല്ലേ എന്നൊക്കെ അവൻ തിരിച്ച് പറയുന്നുണ്ട്. റൂമിലേക്ക് കയറി പോവുകയും ചെയ്യാണ്. ആ സമയം തന്നെ ജയാണെങ്കിൽ ജിന്നിൻ്റെ അമ്മയുടെ അടുത്ത് ആൻറ്റി എനിക്കൊരു കാര്യം സംസാരിക്കാനായിട്ടുണ്ടായിരുന്നു, അത് പിന്നെ ജിന്നിനോട് എപ്പോഴാണ് ആ സത്യം തുറന്ന് പറയാനായിട്ട് പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം എന്തു പറ്റി, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ജയാണെങ്കിൽ അത് പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ എന്തോ പറയാനേ തുടങ്ങുന്നുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ നമ്മുടെ സീൻ കട്ട് ചെയ്തിട്ട് നൈറ്റ് വാനാണെങ്കിൽ ഫാമിൻ്റെ റൂമിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അവിടെ വന്ന് അവൻ നോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫാമാണെങ്കിൽ ഡോർ ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട്. വാനപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാനായിട്ട് വന്നതാണെന്ന് പറയാണ്. ഫാം വാനിനെ അങ്ങനെ വീടിൻ്റെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. വാൻ അങ്ങനെ ഇരുന്നിട്ട് അവൻ്റെ സംഭവങ്ങളെല്ലാം തന്നെ എടുത്തിങ്ങനെ വയ്ക്കുന്ന ടൈമിന് ഫാമാണെങ്കിൽ നീ നേരെ എങ്ങോട്ടാ പോകാൻ പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫാം ഡെയിലി അത്രയും ദൂരം ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരാനായിട്ട് നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിൽ വാനാണെങ്കിൽ ആക്ച്വലി എൻ്റെ വീട് ഒരുപാട് ദൂരെയൊന്നുമല്ല, ആ ജസ്റ്റ് വീട്ടിലേക്ക് പോകാതിരിക്കാനുള്ള എക്സ്ക്യൂസ് ആയിരുന്നു. അമ്മയും അച്ഛനും മരിച്ചു പോയതിന് ശേഷം എനിക്ക് ആ വീട്ടിൽ പോകാൻ താല്പര്യമില്ല, കാരണം അവിടെ ഭയങ്കര ഒറ്റപ്പെടലാണ്, എനിക്ക് ഒരുമാതിരിയാണ്. പക്ഷേ എപ്പോഴായാലും അങ്ങോട്ടേക്ക് പോയല്ലേ പറ്റൂ, എപ്പോഴായാലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതല്ലേ, അതിപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം പറയുന്ന ടൈമിൽ ഇവൻ കരയുകയും ചെയ്യാണ്. ആ ഒരു ടൈമിന് ഫാമിനത് കാണുമ്പോഴത്തേക്കും തീരെ സഹിക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ വന്നിട്ട് വാനിനെ ഹഗ് ചെയ്യുന്നുണ്ട്. വാൻ ആ ടൈമിന് ഐ എം സോറി ഫാം, ഞാനാണ് നിൻ്റെ അടുത്ത് അങ്ങനെയൊന്നും ചെയ്യാനേ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഫാം അപ്പോൾ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞൂടെ, എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ നിൽക്കുന്നത്, ഞാൻ നിൻ്റെ കൂടെ ഇല്ല, നീ ആണെങ്കിൽ വേറെ ഒരിടത്തും പോകണ്ട, നീ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അടുത്ത് ജയിനെ കാണിക്കുവാണെങ്കിൽ അവൻ നൈറ്റ് വീട്ടിൽ ഇരിക്കാതെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിൽ വന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ജിന്ന് അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം ജയാണെങ്കിൽ അവൻ്റെ തോളിലിങ്ങനെ ചാരി ഇരുന്നിട്ട് ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ടയേർഡാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ടയേർഡ് ആവാൻ റീസൺ എന്താണ്, എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ പറഞ്ഞുതരാമെന്ന് അവൻ പറയുന്നുണ്ട്. ജിന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും വേണ്ട, കൂടെ ഇരുന്നാൽ മതി എന്ന് അവൻ പറയാണ്. എന്നിട്ട് ജയ തന്നെ പറയുന്നുണ്ട് എന്നെ നീയല്ലേ നേരത്തെ ഓട്ടിച്ചു വിട്ടത്, എന്നിട്ട് നീ തന്നെ ഇപ്പം എന്നെ അന്വേഷിച്ചൊന്നുമല്ലോ, ഭയങ്കര ക്യൂട്ടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ജിന്ന ടൈമിന് ഭയങ്കര ക്യൂട്ടാണോ, എങ്കിൽ പിന്നെ നീ എന്നെ വെച്ചോണ്ടിരുന്നോ, ഇന്ന് നൈറ്റ് ഒരുമിച്ച് കിടക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല, നീ പോയി നിൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ജയ അപ്പോൾ അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചു വെച്ച് ഹഗ് ചെയ്യുകയൊക്കെ ചെയ്യാണ്. ജിന്നപ്പോൾ ആരെങ്കിലും കാണുമെന്ന് പറയുമ്പോൾ ആര് കാണാനാ, കൂടിപ്പോയാൽ നമ്മുടെ നിഴലുമല്ലോ ആരെങ്കിലും കാണും, അത് കണ്ടാൽ തന്നെ അവരെ പ്രേതമാണെന്നേ അവർ വിചാരിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും വാനിനെയും ഫാമിലിയും കാണിക്കുമ്പോഴത്തേക്കും വാനാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങാനായി പോകുന്ന ടൈമിന് ഞാൻ സോഫയിൽ കിടന്നോളാം, നിനക്ക് ചിലപ്പോൾ ഞാൻ നിൻ്റെ ബെഡിൽ കിടക്കുമ്പോൾ അൺകംഫർട്ടബിൾ ആയിരിക്കും, കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ കിടക്കാമെന്ന് പറയുന്നുണ്ട്. ഫാം അപ്പോൾ അങ്ങനെയൊന്നുമില്ല, നീ എൻ്റെ ബെഡിൽ കിടന്നോളാനേ പറയുന്നുണ്ട്. വാനപ്പോൾ ശരി നിനക്കാണെങ്കിൽ ഞാൻ കാരണം എന്തിനും അൺകംഫർട്ടബിളായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് തുറന്ന് പറയാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയം ഫാം ഓക്കെ എന്ന് പറയാണ്. ഫാം എന്നിട്ട് ലേറ്റായി വന്ന് കിടക്കാനേ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഉറങ്ങാനേ കിടക്കുമ്പോൾ വാൻ പറയുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ ഫീലിങ്സിനെ കുറിച്ച് ഇപ്പോഴും ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന നീ ഒരാൾ തന്നെയാണ്, ഞാൻ പോലും എൻ്റെ സ്വയം ഫീലിങ്സ് ഇത്രയും കെയർ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫാം വാനിനെ നോക്കുമ്പോഴത്തേക്കും നീ എന്നെ ഇപ്പോഴും ഇങ്ങനെ നോക്കുന്നില്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നിന്നെ വേർത്തിയായിട്ട് കണക്കാക്കുന്ന ഒരാളെയാണ് നിനക്ക് വേണ്ടത് എന്ന് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നത് നിർത്തത്തൊന്നുമില്ല, ഞാനും ഒരു നല്ലൊരാളായിട്ട് നിനക്ക് പറ്റുന്ന ഒരാളാവാൻ ശ്രമിക്കാനായിട്ട് പോവാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫാമാണെങ്കിൽ ശരി എന്നാൽ ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞ് നടക്കുന്നുണ്ട്. എന്നാൽ വാൻ ഇങ്ങനെ പറഞ്ഞതിൽ അവന് കുറച്ച് സന്തോഷം തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജിന്നും ജയും കൂടെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഒരു ഓട്ട മത്സരമൊക്കെ നടത്തുന്നതാണ് ആ ഒരു പാർക്കിൽ നിന്ന്. അതിൽ നിന്ന് ഓടി ഇങ്ങനെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ജയാണ് ജയിക്കുന്നത്. ജയ അപ്പോൾ ഞാൻ ജയിച്ചു, ഞാൻ ഇന്ന് നിൻ്റെ റൂമിൽ കിടന്നുറങ്ങും, നമ്മളിന്ന് ഒരുമിച്ചാണ് ഉറങ്ങാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒരുമിച്ചൊക്കെ ഉറങ്ങാം, പക്ഷേ എപ്പോഴും നീ എൻ്റെ റൂമിലല്ലേ വരുന്നത്, നമുക്കിന്ന് നിൻ്റെ റൂമിൽ പോകാമെന്ന് ജിന്ന് പറയുന്നുണ്ട്.
എന്നാൽ ജയാണെങ്കിൽ കുറേ സ്വപ്നമൊക്കെ കണ്ടിട്ട് ജിന്നിൻ്റെ ആ ഒരു ആക്സിഡൻറ്റും സംഭവങ്ങളെല്ലാം തന്നെ പടം വരച്ച് അവൻ്റെ റൂമിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ അല്ല വേണ്ട നമുക്കാണെങ്കിൽ നിൻ്റെ റൂമിൽ തന്നെ കിടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ജിന്നിനെ തൻ്റെ റൂമിൽ കയറ്റാതിരിക്കാനുള്ള വഴികളെല്ലാം നോക്കുന്നുണ്ട്. ജിന്നപ്പോൾ ഡൗട്ട് അടിച്ചിട്ട് എന്താടാ നീ വല്ല ഒളിപ്പിക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജയപ്പോ എന്ത് ഒളിപ്പിക്കാൻ, എനിക്ക് നിൻ്റെ റൂമിൽ കിടന്ന് ഉറങ്ങുന്ന ഇഷ്ടം അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ജിന്നപ്പോൾ നീ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നിട്ടുണ്ട്, എൻ്റെ റൂമിൽ വന്നിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഞാനാണെങ്കിൽ നിൻ്റെ റൂമിൻ്റെ അത് മര്യാദയ്ക്ക് കയറിയിട്ട് പോലും ഇല്ല. സത്യം പറഞ്ഞാൽ നിനക്കാണെങ്കിൽ ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് പോലും അറിയാം. അതുകൊണ്ട് തന്നെ നിനക്ക് എൻ്റർലി എൻ്റെ ലൈഫ് അറിയാം, പക്ഷേ എനിക്ക് നിന്നെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് നിൻ്റെ റൂമിൽ നിൽക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ചെയ്യുകയാണെങ്കിൽ പക്ഷേ എനിക്ക് നിൻ്റെ റൂമിൽ നിൽക്കുന്നേ ഇഷ്ടം, വാനും നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മനസ്സ് മാറ്റി അവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം രാവിലെ ജിന്നും ജയും ജിന്നിൻ്റെ അമ്മയും കൂടെയായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ജയും ജിന്നിൻ്റെ അമ്മയും തമ്മിൽ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട്. അതായത് അച്ഛൻ്റെ കാര്യം ഇങ്ങനെ തുറന്ന് പറയണോ വേണ്ടേ, ആ ഒരു സത്യം തുറന്ന് പറയണോ എന്നുള്ള ആ ഒരു ചിന്തയിൽ. ആ സമയം ജിന്ന് അവൻ്റെ അമ്മയുടെ അടുത്ത് ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ല, നമ്മളിന്ന് അപ്പാർട്ട്മെൻറ്റിലാണ് നിൽക്കാൻ പോകുന്നത്, നാളെ രാവിലെ ക്ലാസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അമ്മയപ്പോൾ ഓക്കെ എന്നൊക്കെ പറയാണ്. അതിനുശേഷം അവർ കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന ടൈമിൽ ജയാണെങ്കിൽ ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. ജിന്നിനെയും കൊണ്ട് കോളേജിലേക്ക് പോകുന്നുണ്ട്. കോളേജിലെത്തി കഴിയുമ്പോഴത്തേക്കും മായും ഇവരുടെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. ആ സമയം മായി ഫോൺ നോക്കുമ്പോഴത്തേക്കും വാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും അൺഫോളോ ചെയ്തിരിക്കുകയാണ്. മായി പെട്ടെന്ന് ഷോക്കായിട്ട് ആ ഒരു കാര്യം ജിന്നിൻ്റെ അടുത്തും ജയിൻ്റെ അടുത്തും പറയുന്നുണ്ട്. ആ ടൈമിൽ തന്നെ അങ്ങോട്ടേക്ക് വാനും ഫാമും കൂടെ ആയിട്ട് വരുന്നുണ്ട്. ഫാം ഈ കാര്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മായി ഇങ്ങനെ ഷോക്കായിട്ട് ഇവർ പറയുന്നത് കേൾക്കുമ്പോഴാണ് ഫാമും അത് കേൾക്കുന്നത്. അപ്പോൾ ആ സമയം വാനാണെങ്കിൽ ഞാൻ സ്വയം നന്നാവാനായിട്ട് പോവുകയാണ്, ഫാമിന് പറ്റിയൊരു ചെക്കനായി മാറാനായി പോവുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫാം എനിക്ക് വേണ്ടി നീ കഷ്ടപ്പെട്ട് ചേഞ്ച് ആവണ്ടെന്ന് പറയുമ്പോൾ അല്ലല്ല ഞാൻ അല്ലെങ്കിലും ചേഞ്ച് ആവേണ്ടതാണെന്നും പറയുന്നുണ്ട്. ഫാമിനപ്പോൾ ചെറുതായിട്ട് നാണമൊക്കെ വരുന്നുണ്ട്. അവൻ എഴുന്നേറ്റ് പോവാണ്. ആ ടൈമിന് വാനാണെങ്കിൽ നീ എത്ര വേണമെങ്കിലും എഴുന്നേറ്റ് പൊക്കോ, പക്ഷേ ഞാൻ നിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും, എൻ്റെ ലവ് എപ്പോഴും നിന്നെ ഫോളോ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഫാം അപ്പോൾ അത് കേട്ടിങ്ങനെ ഷൈ ആയിട്ട് അവിടെ നടന്നു പോകുന്നുണ്ട്. ഇവൻ്റെ ഈ ഡയലോഗ് കേട്ടിട്ട് ജിന്നാണെങ്കിൽ അയ്യേ ഏത് കേട്ടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുവാണെന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കെല്ലാവർക്കും ഫുഡ് കഴിക്കാൻ പോയാലോ, നിങ്ങളെല്ലാവരും ഫ്രീ ആണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജിന്നപ്പോൾ അതേന്ന് പറയുമ്പോഴത്തേക്കും ജയാണെങ്കിൽ അല്ലാന്ന് പെട്ടെന്ന് പറയുന്നുണ്ട്. ആ ടൈം എന്തെങ്കിലും ആവശ്യം കാണുന്ന എഴുതി വാനാണെങ്കിൽ ശരിയെന്നാ നിങ്ങൾ പൊക്കോളാനേ പറയുന്നുണ്ട്. ജയ ഉടനെ ജിന്നിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ജയാണെങ്കിൽ ഡ്രൈവ് ചെയ്ത് ജിന്നിന് നേരെ അവൻ്റെ അമ്മയുടെ ബൊട്ടീക്കിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ സമയം ജിന്നാണെങ്കിൽ വണ്ടിയിൽ നല്ല ഉറക്കമായിരുന്നു. ആ ടൈമിൽ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ജയയും പിന്നെ ജിന്നിൻ്റെ അമ്മയും കൂടെ സംസാരിക്കുന്ന ഒരു സീൻ കണ്ടായിരുന്നു. എന്നാൽ മൊത്തം സംസാരം കാണിക്കാതെ ആ ഒരു സീൻ കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു സീനിൽ എന്താണ് നടന്നതെന്നാണ് നമ്മളെ കാണിക്കുന്നത്. ജയാണെങ്കിൽ ഇപ്പോൾ ജിന്നിൻ്റെ അമ്മയുടെ അടുത്ത് അവന് ഫ്യൂച്ചർ കാണാനുള്ള കഴിവുണ്ടെന്നുള്ള കാര്യമെല്ലാം തന്നെ റിവീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല 2 വർഷത്തിനുള്ളിൽ ജിന്നിൻ്റെ അമ്മയും അച്ഛനും തമ്മിൽ മീറ്റ് ചെയ്യുന്നുള്ള കാര്യം ജിന്ന് കണ്ടുപിടിക്കുമെന്നും അതിലൂടെ വലിയൊരു അടി ഉണ്ടാവുമെന്നും വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവും എന്നൊക്കെയുള്ള കാര്യം അവൻ തുറന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയും നിർത്തണമെന്നും അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം പെട്ടെന്ന് ചെയ്യണമെന്നും പറയുന്നുണ്ട്. ടെൻഷനായിട്ട് ജിന്നിൻ്റെ അമ്മ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ജയിനോട് ചോദിക്കുന്നുണ്ട്. ജയ അപ്പോൾ എനിക്കും അറിയത്തില്ല ശരിക്കും നമ്മൾ ആ ഒരു ദിവസത്തിന് തടയാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്, പക്ഷേ എൻ്റെ ഒരു ഇതിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ജിന്നിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം തുറന്ന് പറയണമെന്ന് ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ജിന്നിനെ ബൊട്ടീക്കിലേക്ക് കൊണ്ടുവന്നേക്കുന്നത് തന്നെ അവൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കാര്യം അവൻ മനസ്സിലാക്കാനായിട്ടാണ്. ആ ബൊട്ടീക്കിൻ്റെ അകത്ത് അവൻ്റെ അമ്മയും അച്ഛനും ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതവൻ കാണാനും ആ ഒരു കാര്യങ്ങൾ ഇപ്പോഴത്തെ റിവീൽ ആവാൻ വേണ്ടിയിട്ട് ഇവർ പ്ലാൻ ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ജിന്ന് പെട്ടെന്ന് ഉറക്കം എഴുന്നേൽക്കുന്നുണ്ട്. ആ ടൈമിന് അവനാണെങ്കിൽ ഇത് എവിടെയാ സ്ഥലമെന്നൊന്നും അവനങ്ങോട്ട് കത്തുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് അവൻ്റെ അമ്മയും അച്ഛനും അവിടെ അകത്തിരുന്ന് സംസാരിക്കുന്നത് അവൻ കാണുന്നത്. ഒന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല, കാറിൽ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങി പോകുന്നുണ്ട്, കടക്കകത്ത് കയറുന്നുണ്ട്, അവൻ അടി ഉണ്ടാക്കുന്നുണ്ട്. സ്വപ്നത്തിൽ എന്താണ് നടക്കുന്നതായിട്ട് കണ്ടത് അതേപോലെ എക്സാക്റ്റ് നടക്കുന്നുണ്ട്. അവൻ അതേപോലെയാണ് അടി ഉണ്ടാക്കുന്നതും. ആ സമയം അവൻ്റെ അമ്മയാണെങ്കിൽ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായി നോക്കുന്നുണ്ട്. അച്ഛൻ നമ്മൾ ഇട്ടിട്ട് പോയതല്ല, ഞാൻ നിൻ്റെ അടുത്തെല്ലാം മറച്ചു വെച്ചതാണ്, കുറേ കാര്യങ്ങളുണ്ട് മോനെ എന്നൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾ അച്ഛനെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പിന്നെ എന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എന്നെ വേണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായി തുടങ്ങുന്നുണ്ട്. അതേസമയം ജയ അത് അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ജയിനെ കാണുമ്പോൾ ജിന്ന് പെട്ടെന്ന് നിനക്കും ഇതിനെക്കുറിച്ച് ഓൾറെഡി അറിയാമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ജയയ്ക്ക് അതിൻ്റെ മറുപടിയില്ല. അപ്പോൾ ജയയ്ക്കും ഇതെല്ലാം അറിയാമായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ജിന്നാണെങ്കിൽ അപ്പോൾ എല്ലാവരും എല്ലാം മനസ്സിലാക്കിയിട്ട് ചുമ്മാ എന്നെ പൊട്ടനാക്കുമായിരുന്നല്ലേ, ഇപ്പം ഞാൻ ഈ ലോകത്ത് ഒറ്റയ്ക്കായി, എനിക്ക് എന്തായാലും സമാധാനമായി എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തിൽ ഇറങ്ങി പോകുന്നുണ്ട്. ജെയ്യും അപ്പോൾ അവൻ്റെ പുറകെ പോവാണ്. ജിന്ന് ചെന്ന് കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്യാനായി നിൽക്കുമ്പോഴത്തേക്കും കാറിൻ്റെ കീ ഉണ്ടായിരുന്നില്ല. ജയ ആ സമയം കാറിൻ്റെ കീ എൻ്റെയാണുള്ളത്, ഞാൻ ഡ്രൈവ് ചെയ്യാം, സത്യമായിട്ടും ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ നിൽക്കത്തില്ല, പക്ഷേ ഞാൻ ഡ്രൈവ് ചെയ്യാം, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജിന്ന് സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജയാണ് ഡ്രൈവ് ചെയ്തിട്ട് ജിന്നിനെ സേഫായിട്ട് വീട്ടിൽ കൊണ്ട് എത്തിക്കുന്നത്. വീട്ടിലെത്തുമ്പോഴായപ്പോലും ജിന്നൊന്നും സംസാരിക്കുന്നില്ല, അവനങ്ങ് ഇറങ്ങി പോവുകയാണ്. പക്ഷേ ആ സ്വപ്നത്തിൽ കണ്ടതുപോലെയുള്ള ഒരു ആക്സിഡൻറ്റ് ഒഴിവായി കിട്ടിയതിൽ ജയയ്ക്കാണെങ്കിൽ നല്ല സമാധാനമുണ്ട്. കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും ജിന്നിൻ്റെ അമ്മയും അച്ഛനും വീട്ടിലേക്ക് വരുന്നുണ്ട്.
ജിന്നിൻ്റെ റൂമിൽ തട്ടിയിട്ട് മോനെ ഒന്ന് തുറക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അമ്മ ഭയങ്കര കരച്ചിലുമാണ്. എന്നാൽ ജിന്നാണെങ്കിൽ അവൻ്റെ റൂമിൽ കിടന്ന് കരയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുവാണെങ്കിൽ പോലും അവൻ റിയാക്ട് ഒന്നും ചെയ്യുന്നില്ല. ജയും അവൻ്റെ റൂമിൽ ഇരുന്നിട്ട് ബാൽക്കണി എന്തെങ്കിലും ജിന്നിൻ്റെ റൂമിലേക്ക് ടോർച്ചൊക്കെ അടിക്കുന്നുണ്ട്. അവൻ നോക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. ജിന്ന് പക്ഷെ അതും നോക്കുന്നില്ല. അങ്ങനെ ജയും ഭയങ്കര വിഷമത്തിലാണ്. അടുത്ത ദിവസം രാവിലെ ജിന്ന് കോളേജിൽ പോകാനായിട്ട് റെഡിയായി ഇറങ്ങുമ്പോഴത്തേക്കും അമ്മ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല അവന് വേണ്ടി ഒരു സ്റ്റിക്കി നോട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ നോക്കുമ്പോൾ അതിൻ്റെ അമ്മ എഴുതിയിരുന്നത് നീ കാം ഡൗൺ ആകുമ്പോൾ ഒന്ന് പറയും നമുക്ക് സംസാരിക്കാമെന്നായിരുന്നു. അതേ ടൈമിൽ തന്നെ ജയ് ഇവനൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ ലോകത്ത് നീ ഒറ്റയ്ക്കല്ല, നിനക്ക് ഞാൻ കൂട്ടിനുണ്ടെന്ന്. അതേസമയം ജയനെ കാണിക്കുമ്പോൾ അവൻ ഉറങ്ങിക്കിടക്കുന്ന ടൈമിന് അവനൊരു സ്വപ്നം കാണുന്നുണ്ട്. അതിൽ ജയ് അവനോട് തന്നെ ഇങ്ങനെ പറയാണ് നീയാണെങ്കിൽ നിനക്ക് പറ്റുന്ന അത്രയും ചെയ്തല്ലോ എന്ന്. ആ ടൈമിൽ തന്നെ കറക്റ്റ് അവൻ പെട്ടെന്ന് ഉറക്കം എഴുന്നേൽക്കുന്നുണ്ട്. കാരണം ജിന്ന് അവൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജയ് ആണെങ്കിൽ അവിടെ വരച്ച വെച്ച പടങ്ങളെല്ലാം ജിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടിട്ട് ഇതെല്ലാം നീ കണ്ട ഫ്യൂച്ചറാണോ, അപ്പോൾ നീയാണെങ്കിൽ ഞാൻ തന്ന സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്നുണ്ടായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ജയ് ആ സമയം എക്സ്പ്ലെയിൻ ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജിന്ന് ഭയങ്കര ദേഷ്യത്തിലായിരുന്നുകൊണ്ട് തന്നെ ജയ് പറയുന്നതിന് കേൾക്കാനായി അവൻ തയ്യാറാവുന്നില്ല. ജിന്ന് അങ്ങ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ജിന്നൊന്ന് കാമാവുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതിന് നീ കേൾക്കാമോ എന്നിങ്ങനെ അവനോട് ചോദിക്കുമ്പോൾ ജിന്ന് ആ ഓക്കെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ജയ് ആണെങ്കിൽ ജിന്നിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കാര്യം ജിന്ന് കണ്ടുപിടിക്കുന്നതും അതിനെ തുടർന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതും അവൻ്റെ അമ്മ മരിച്ചു പോകുന്നതും പിന്നെ ജിന്നാണെങ്കിൽ അവിടെ വിട്ട് പോയിട്ട് പിന്നെ അവന് 30 വയസ്സാകുമ്പോഴാണ് അവൻ തിരിച്ചു വരുന്നതെന്നുള്ള കാര്യങ്ങളും അങ്ങനെ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ തുറന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് ജിന്ന് മരിച്ചു പോകുന്നുള്ളൊരു കാര്യം മാത്രം അവൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ആ ഒരു പടവും ജയ് ചെറുതായിട്ടൊന്ന് വരച്ചിട്ട് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പേപ്പറും ജിന്നിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ജിന്നിന് ആ പടം കാണുമ്പോൾ തന്നെ ജിന്നിങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പോലത്തെ ഒന്നാണെന്ന് അവന് കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതെന്താണ് സംഭവം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജയാണെങ്കിൽ അതെനിക്ക് കറക്റ്റ് മൊത്തത്തിൽ കാണാൻ പറ്റിയില്ല, ആ ജസ്റ്റ് നിനക്ക് വയ്യാതാവുന്ന പോലെ അങ്ങനെ എന്തോ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ജയാണെങ്കിൽ കള്ളം പറയുന്നതാണെന്ന് ജിന്നിന് മനസ്സിലായിട്ട് നീ ഇനി തുറന്ന് പറ, ഞാനും നീയും ഒന്നിക്കുന്നത് എൻ്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ ആണോ അതോ ഞാൻ മരിക്കുന്നതിന് മുന്നേ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ജയ അപ്പോൾ നീ എന്തിപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നിങ്ങനെ അവനോട് ചോദിക്കുമ്പോൾ അത് പിന്നെ നിനക്ക് എൻ്റെ അടുത്ത് ശരിക്കും സ്നേഹം തോന്നിയിട്ടാണോ അതോ സഹതാപം തോന്നിയിട്ടാണോ നീ എന്നെ സ്നേഹിച്ചെന്ന് എനിക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയാണ്. ജയ ആ സമയം നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, എനിക്ക് തന്നെ ശരിക്കും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ജിന്ന് നിനക്ക് തന്നെ ശരിക്കും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇതൊക്കെ ജസ്റ്റ് ആ സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഈ സ്വപ്നമൊന്നും കാണാനുള്ള കഴിവ് നിനക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നീയും ഞാനും തമ്മിൽ ഒന്നിക്കത്തില്ലായിരുന്നു. അത് നിനക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഈ റിലേഷൻ്റെ കാര്യത്തിൽ ഒരു ബ്രേക്ക് എടുക്കാം, എനിക്ക് ആലോചിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ജിന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് അന്നിനായിട്ട് ജിന്ന് അവൻ്റെ റൂമിൽ ഇരുന്ന് ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ജെയുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ചിട്ട് ഭയങ്കര കരച്ചിലാണ്. ജെയും അതേപോലെ തന്നെ അവൻ്റെ റൂമിൽ ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജിന്ന് ജെയിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജിന്ന് പറയുന്നുണ്ട് ഞാൻ ആലോചിച്ചു, എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല, എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണ്. നിനക്കൊരു പക്ഷേ എൻ്റെ അടുത്ത് സഹതാപം തോന്നിയിട്ടായിരിക്കും ഒരു ഇഷ്ടം ഉണ്ടായത്, പക്ഷേ എനിക്ക് നിന്നെ 7 വയസ്സുള്ളപ്പോൾ തൊട്ടേ ശരിക്കും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ജയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണ്, എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഹഗ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ റൂമിൻ്റെ അകത്തേക്ക് കയറി ഇരിക്കുന്നുണ്ട്. ജയയ്ക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതൊക്കെ തന്നെ ചെയ്തു കൊടുക്കാമെന്ന് ജിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയം ജയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് നിനക്കതിനെ അറിയാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജിന്ന് ഞാനൊന്ന് ഗസ് ചെയ്ത് നോക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ജയനെ കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനോട് നിനക്കിതെല്ലാം ഇഷ്ടമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജയ അപ്പോൾ ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ പിന്നെ വേറെന്താ ഇഷ്ടമെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് വീണ്ടും കിസ് ചെയ്യുന്നുണ്ട്. ജയയ്ക്ക് തന്നോടുള്ളത് ഇഷ്ടമല്ല, സഹതാപമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞതിന് സോറി എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇടുന്നത് വരെ ബൈ.